ബാക്ക് ടു ടൈഗേഴ്സ് മീഡിയ ചാനൽ. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെരി ലോങ് ടൈം നമ്മൾ ഈ വീഡിയോയിലോട്ട് തിരിച്ചു വരുന്ന മോർ ദെൻ 4 to 5 months ആയിരുന്നു. ഒക്ടോബറിലെന്തോ ഞാൻ വീഡിയോ ഇട്ട്, അത് കഴിഞ്ഞിട്ട് വ്ളോഗായിട്ട് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫെബ്രുവരിയിലാണ് വരുന്നത്. അപ്പം ഭയങ്കര ലോങ് ടൈം ആയത്. നമ്മൾ ആ വ്ളോഗിൽ പറഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസൊക്കെ ഇടുമെന്ന്, പക്ഷേ എനിക്ക് ഭയങ്കര സമയം കിട്ടാത്തതുകൊണ്ട് MBA ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ എഡിറ്റിങ്ങും വീഡിയോ ഇടാനൊന്നും സമയം കിട്ടുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്, കുറച്ച് ദിവസം ലീവൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ടൈഗറിനെയൊക്കെ കാണിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന ഈ രാത്രി സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, പക്ഷേ ഈ രാത്രി സമയത്താണെങ്കിൽ അവൻ ഭയങ്കര ആക്റ്റീവാണ്. അവൻ ഫുഡ് തിന്നാൻ വേണ്ടി അങ്ങനെ ഇരിക്കും. അപ്പം ഭയങ്കര ആക്റ്റീവ്. അപ്പോൾ നമുക്ക് അവൻ്റെ ആക്ടിവിറ്റീസൊക്കെ കാണാൻ പറ്റും, അവൻ്റെ ബിഹേവിയർ അറിയാൻ പറ്റും. രാവിലെ തന്നെ അവൻ ഭയങ്കര ക്ഷീണമോ, വെയിലൊക്കെ അല്ലയോ, കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര വെയിലാണ്, ചൂടൊക്കെ, ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അവൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരിക്കും. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളുണ്ട് 2 പേര്, അവരും ഭയങ്കര ആക്റ്റീവാണ്. നമ്മുടെ സുന്ദരി ഒരാളുടെ പേര് ഷൈനി, ഭയങ്കര ആക്റ്റീവാണ്. നമുക്ക് അവരെയും കാണിക്കാം, അവരുടെ ആക്ടിവിറ്റീസും കാണിക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനലിലേക്ക് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സും കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കുന്ന ഈ ചാനൽ നമുക്ക് ഇനി ഒരു ട്യൂട്ടോറിയൽ പോലും സ്റ്റാർട്ട് ചെയ്യാം. ട്യൂട്ടോറിയലിൽ തന്നെ ഓരോ കമാൻഡ്മെൻറ്റ്സും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇനി കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ദിവസം ഞാൻ ഇവൻ്റെ വീഡിയോസൊക്കെ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ ടൈഗറിനെയും നമ്മുടെ 2 പൂച്ചക്കുട്ടികളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്, വ്ളോഗായിട്ടല്ലായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്ന എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ പറ്റുമോ, ഫുഡ് ഐറ്റംസ് കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞു തരാനാണ്. നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കൊടുക്കാൻ പറ്റും, നമ്മുടെ ഫുഡ് കൊടുക്കാതിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കോഷനായിട്ടിരിക്കാം. എന്തൊക്കെ കൊടുക്കാതിരിക്കാം, എന്തൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ വ്ളോഗിലോട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ ടൈഗറിനെയും സുന്ദരി അമ്മേനെയും ഷൈനിനെയും കാണിക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സുന്ദരിക്കുട്ടിയമ്മയെ നമ്മൾ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈഗറിലോട്ട് പോവാം. ഇവരെല്ലാം ചെറിയ രീതി ഫുഡൊക്കെ കഴിച്ച് ഉറക്കത്തിലൊക്കെ എന്തായാലും ഭയങ്കര ക്ഷീണിച്ചിരിക്കുമോ. ഇവള് രാത്രിയൊന്നും അത്ര ആക്റ്റീവ് അല്ല, രാവിലെയൊക്കെ ഓടുന്നൊക്കെ കാണാം. പുള്ളിക്കാരി ഇപ്പം ഉറക്കത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, രാത്രി ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഭയങ്കര ഉറക്കത്തില്ല. സുന്ദരിയമ്മ ഭയങ്കര സ്നേഹമാണ്. ഇവിടെ ഇരിക്കുന്നു, നോക്കേണ്ടിരിക്കും. ആരോ അവിടെ ഉണ്ട്, നോക്കേണ്ടിരിക്കും. കണ്ടോ. നമുക്കിനി അടുത്ത് നമ്മുടെ ഷൈനി മോളുടെ അടുത്ത് പോയിട്ട് വരാം. ഷൈനി മോളിലെ അകത്തോട്ട് കയറ്റി ഒരു വീട് പോലെ ഉണ്ട്. അപ്പം നമുക്കൊരു ഷീറ്റ് വരെ പോലെ ഉണ്ട്. അപ്പം പുള്ളിക്കാരി അതിൻ്റെ അകത്തോട്ട് കയറ്റും. വേറെ ഇത് കുഞ്ഞതല്ലയോ ഷൈനിയമ്മ, അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിനെ അകത്തോട്ട് ആദ്യമേ കയറ്റി വയ്ക്കും, വേറെ പൂച്ചകളൊന്നും കടിക്കാതിരിക്കുക. അപ്പം നമ്മൾ രാത്രി അതിനെ അതിൻ്റെ അകത്ത് തന്നെ കിടത്തണം. ഫുഡൊക്കെ കഴിച്ചു. പുള്ളിക്കാരി ഉറക്ക ക്ഷീണത്തില്ല, ചെറിയ രീതി. ഷൈനി എന്താ സൈനി എന്താ കേട്ടോ, എല്ലാം പറയണേ കേൾക്കാം. ഷൈനി ഷൈനി പുള്ളിക്കാരി ഉറക്കത്തില്ല. നമുക്ക് വേറെ വീഡിയോയിൽ നാളെ രാവിലെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം വേറെ രാവിലെ സമയത്തോ വല്ലതും ആണെങ്കിൽ ഇവരെ കാണിക്കും. ഇവർ ഭയങ്കര ആക്റ്റീവാണ്. ഇവളൊക്കെ മരത്തെയൊക്കെ കയറിയിട്ട് ഓരോ സാധനം പിടിച്ചോണ്ടിരിക്കും, ഭയങ്കര ആക്റ്റീവാണ്. നമ്മളൊക്കെ വിളിച്ചോണ്ടിരിക്കും. ഇതിപ്പം ചെറിയ രീതി ഉറക്കത്തില്ല അല്ലേടി ചിച്ചി. ഇതാ നമ്മുടെ സൈനമ്മ. പോവാ, ബൈ. നമുക്ക് നമ്മുടെ അടുത്ത ടൈഗർ കുട്ടാപ്പനെ കാണിച്ചോണ്ട് വരാം.
ടൈഗർ കുട്ടാപ്പൻ എനിക്ക് തോന്നുന്നു ഇതിൽ കൂട്ടിയിരിപ്പുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഉറക്കത്തില്ല, എന്നാലും എണീക്കും. ഞാൻ വരുമ്പോഴത്തേക്ക് ആക്റ്റീവ് ആയിരിക്കും. നമുക്കൊന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് പോകാം. നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെ കൊടുക്കട്ടെ ഇത് കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടൈഗറിനെയും സുന്ദരി അമ്മേനെ ബാക്കി നമ്മുടെ പൂച്ചകളൊക്കെ എന്തായാലും കാണിച്ചു. ഇനി ടൈഗറിനെ കാണിക്കാം. അവൻ്റെ എന്താ റിയാക്ഷൻസ് ഒക്കെ കാണിക്കും നിങ്ങളുടെ മുമ്പ്. ടൈഗർ കൂട്ടിയിരിക്കുമായിരുന്നു, ആക്റ്റീവായി. പുള്ളി ആക്റ്റീവായി. ഞാൻ പുള്ളിയെ അകത്ത് കണ്ടിട്ട് കാണിക്കാം. പുള്ളി ഇറക്കാം എന്തായാലും. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ നിങ്ങളെല്ലാവരും. ജസ്റ്റ് ഞാൻ ഇവനെ ഒന്ന് നിർത്താൻ വേണ്ടി എനിക്ക് എന്തായാലും ലീഷ് വേണം. ലീഷ് ഇല്ലാതെ ഇവൻ നിൽക്കത്തില്ല. എടാ ഇറങ്ങിക്ക്. ടൈഗർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടേ. അയ്യോ പുള്ളി ഫുഡൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പുള്ളി ഞാൻ വന്നപ്പോഴത്തേക്ക് ആക്റ്റീവായിട്ട് എണീറ്റ് നോക്കൂ. ഇപ്പോൾ പട്ടികൾ ഏതോ ഉണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നോക്കൂ പുള്ളി കേട്ടോ. ടൈഗർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയടാ. ബാ നമുക്ക് പോവാ കേട്ടോ. പുള്ളിനെ പേടിപ്പിച്ച് ഇരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. എന്തായാലും 4 മാസം കഴിഞ്ഞിട്ടും പുള്ളി അതുപോലൊക്കെ തന്നെ. ലൈക്ക് ബിഹേവിയറിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ശരീരം അതൊക്കെ അതുപോലെ തന്നെ. ലൈക്ക് വലിയ വണ്ണമൊന്നും കൂടിയിട്ടില്ല, അതുപോലൊക്കെ തന്നെ പുള്ളി ഇരിക്കണേ. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാമല്ലോ ഒരു പാട്. ഇത് ഇവൻ ചെന്ന് ഒരയ്ക്കനെയാണ്. അപ്പം അതുകൊണ്ട് ആ പാട് തന്നെ. ലൈക്ക് ഇങ്ങനെ ഇവനെ കുളിപ്പിക്കുമ്പോൾ ഇല്ലേ, ഇവനിങ്ങനെ ഈ മുട്ടുന്ന സ്വഭാവങ്ങളുണ്ട് ഈ ലൈക്ക് ഗേറ്റയിലൊക്കെ. അപ്പോൾ ഈ ഗേറ്റ് മുട്ടുമ്പോൾ ഭയങ്കര ആഞ്ഞു കൊള്ളുമ്പോഴേ ഇങ്ങനെ ഒരു പാട് പോലെ ആവുന്നത്. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഉണങ്ങിയത് നമ്മൾ മരുന്നൊക്കെ പുരട്ടി മാറിയത്. പിന്നെ ഇവന് ഇങ്ങനെ ഇടിക്കാതിരുന്നാൽ മതി, ഇത്രേ ഉള്ളൂ. കുട്ടി ഇനി ഉറങ്ങാൻ പോവുക. എന്തായാലും നമുക്ക് ടൈഗറിനകത്ത് കയറ്റിയിട്ട് നമുക്ക് ബാക്കി നമ്മൾ ഫുഡ് എന്തൊക്കെ കൊടുക്കേണ്ട ആ കാര്യങ്ങൾ നമുക്ക് എന്തായാലും സംസാരിക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത രാവിലെ വല്ല സമയമാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലൊക്കെ ടൈഗറിനെയും സുന്ദരിയമ്മേനെയും നമ്മുടെ ഷൈനി മോളുടെ ഒക്കെ ആക്റ്റീവ് വീഡിയോസ് കാണിക്കാം. ഇപ്പോൾ ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ക്ഷീണത്തിലായിരിക്കുന്നത്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് ഇവരെ കാണിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് നമുക്ക് ലൈക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാൻ കാര്യങ്ങൾ. അപ്പം ആദ്യം ഇവനെ ഒന്ന് കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചാൽ ലൈക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കണം, കൊടുക്കാതിരിക്കണേ, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിരുന്നു. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് നമ്മുടെ ഉച്ചഭക്ഷണം ഞങ്ങൾ 2 നേരം ഇവിടെ കൊടുക്കണേ. ലൈക്ക് ഉച്ചയ്ക്കും രാത്രിയിലും കൊടുക്കണേ. രാവിലെ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കാറില്ല ഒന്നും. അങ്ങനെ ബിസ്ക്കറ്റ്സ് ഒന്നും ഇപ്പോൾ ഇവന് വേണ്ട. ചെറുപ്പത്തിൽ ഇവന് ഒരു 3 മാസം 5 മാസം 6 മാസത്തിന് ഇടയ്ക്ക് ഇവന് നമ്മൾ ബിസ്ക്കറ്റ്സ് 1 വർഷം വരെ നമ്മൾ അങ്ങനെ ബിസ്ക്കറ്റ്സ് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവന് ബിസ്ക്കറ്റ് വേണമെന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ അവന് നല്ലതാണ്. അവനങ്ങനെ താല്പര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കാൻ ഫുഡ് കഴിക്കും, നല്ല രീതിയിൽ കഴിക്കും. പിന്നെ രാത്രിയിലും കൊടുക്കും. അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇവിടുത്തെ രീതി പറയാം. ലൈക്ക് നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ലൈക്ക് ചോറും നമ്മുടെ ഇറച്ചിയുടെ കാലില്ലയോ, ചിക്കൻ്റെ കാല്, നമ്മളത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ്റെ കാല് നമ്മൾ എന്താ ചെയ്യണേ, അതിനെ വേവിക്കും. നല്ല രീതിയിൽ നമ്മൾ വേവിക്കും. ഒരു 1-2 മണിക്കൂർ നമ്മൾ വേവിക്കും. മഞ്ഞളിട്ട്, നമ്മൾ ഉപ്പൊന്നും ചേർക്കല്ല. ഉപ്പ് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുക. അത് സയൻറ്റിഫിക്കലി നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് BP ഒക്കെ കൂടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല, ഒട്ടുമേ കൊടുക്കാൻ പാടില്ല. ഇതൊരു പ്രിക്കോഷനായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഉപ്പ് കൊടുക്കാൻ ഒട്ടും പാടില്ല. ഉപ്പും മധുരം ഇത് രണ്ടും ഭയങ്കര ഹാംഫുള്ളാണ്. മനുഷ്യരുടെ കൂട്ടല്ല, നമുക്ക് പട്ടികൾ കൊടുക്കുമ്പോൾ അതിന് എഫക്റ്റ് വേറെ. അപ്പം ഓൾവേസ് അവോയ്ഡ് സോൾട്ട് ആൻഡ് ഷുഗർ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ തന്നെ ഞാൻ പറയുന്നത്. പിന്നെ കാലൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തെ നഖങ്ങളൊക്കെ എല്ലാം മാറ്റണം. ബിക്കോസ് അത് ചിലപ്പോൾ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ നഖങ്ങളൊക്കെ പ്രത്യേകിച്ച് നഖങ്ങൾ മാറ്റും. വൃത്തിയൊക്കെ നല്ല രീതിയിൽ നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നഖങ്ങളും എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഇത് ഒരാഴ്ചത്തേക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് നല്ല രീതിയിൽ നമ്മൾ ചൂടാക്കി എടുക്കും. ചോറ് നമ്മൾ എടുക്കുന്ന മിനിമലി ഒരു
രണ്ട് കപ്പ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കും. അത്രയും മതി, അതേ കൂടുതൽ നമ്മൾ കൊടുക്കത്തില്ല. ലൈക്ക് വെയിറ്റ് ഒക്കെ കൂടും, ഗെയിൻ ആവും, ബിക്കോസ് ഇത് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പം നമ്മൾ അതാവാതിരിക്കാൻ ലിമിറ്റഡ് ഫുഡ് നമ്മൾ കൊടുക്കണേ. പിന്നെ ഇറച്ചിക്കാലം അത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ചില സമയത്ത് 4 പീസ് 5 പീസ് കൊടുക്കും, അല്ലെങ്കിൽ 6 പീസ്. അത് ഡിപ്പെൻഡ് ചെയ്യും. ലൈക്ക് അവൻ്റെ ഫുഡിൻ്റെ അനുസരിച്ച് എത്ര ഫുഡ് അവന് വേണം, ഇൻടേക്ക് ചെയ്യണം, അതനുസരിച്ച് നമ്മൾ കൊടുക്കും. അപ്പം നമ്മൾ നല്ല രീതിയിൽ വേവിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളത് ഫ്രിഡ്ജ് വയ്ക്കും. എല്ലാ ദിവസവും നമ്മൾ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്ഥിരം ഫുഡ്. ഇത് തന്നെ നമ്മളങ്ങനെ മാറ്റാറില്ല. പക്ഷേ ഈ ഫുഡ് റെക്കമെൻഡഡ്, കുഴപ്പമില്ല, നമ്മുടെ പെറ്റ്സിനൊക്കെ നല്ലതാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ രാത്രി നമ്മൾ ഫുഡ് കൊടുക്കുന്ന ലൈക്ക് ചപ്പാത്തിയും പാലും അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. മാക്സിമം അതായിരിക്കും നമ്മൾ കൊടുക്കണേ. അല്ലെങ്കിൽ പിന്നെ രാത്രി ഇപ്പം സമയമില്ലെങ്കിൽ നമ്മൾ ചോറും പാലും വെച്ചാൽ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തൈര് ഐറ്റംസ് കൊടുക്കണം. തൈരിന് പ്രശ്നമൊന്നുമില്ല, അത് നല്ല അതിൻ്റെ ഗട്ട് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പട്ടികൾക്ക് എന്തെങ്കിലും വയറിന് ഇഷ്യൂ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഈസിയാണ്. പിന്നെ റൊട്ടി ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. റൊട്ടി എന്ന് പറഞ്ഞാൽ അതും നമ്മൾ 3 ചപ്പാത്തി നമ്മൾ മാക്സിമം ഉണ്ട്, അതും വലുതാണ് ഉണ്ടാക്കണേ. ലൈക്ക് ഫുഡൊക്കെ അവന് നല്ലതായിട്ട് തിന്നാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 3 ചപ്പാത്തി ഉണ്ടാകും, 3-4 ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ പാലൂടെ ഒഴിച്ചു കൊടുക്കും. അവൻ്റെ സ്ഥിരം ഫുഡ് ഇത് തന്നെ, ഇതിലൊന്നും മാറ്റമില്ല. നമ്മൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അവൻ ഫുഡ് തിന്നും, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റങ്ങൾ വരുത്താം. ലൈക്ക് ഇപ്പം നമുക്ക് സമയമില്ല അങ്ങനെ വല്ലതും കേസാണെങ്കിൽ നമുക്ക് പെഡിഗ്രിയും കൊടുക്കാം. പെഡിഗ്രി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴിഞ്ഞ് കൊടുക്കുക 1 മണിക്കൂർ 2 മണിക്കൂർ. ഇത് 2 പ്രയോജനം, 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് തന്നെ ഈ കുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ന്യൂട്രീഷൻ കൃത്യമായിട്ടും നമ്മുടെ പെറ്റ്സിന് കിട്ടും. രണ്ടാമത്തിന് പറഞ്ഞാൽ നമ്മുടെ പട്ടികൾ ഈ സമയത്ത് വെള്ളം കുടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുവരുണ്ട്. ലൈക്ക് വെള്ളം കുടിക്കത്തില്ല, അവർക്ക് താല്പര്യമില്ല, അങ്ങനെ വല്ലതും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇത് വെള്ളത്തിൽ നമ്മൾ ഈ പെഡിഗ്രി ഇട്ട് കൊടുത്താൽ ഇത് വെള്ളം കുടിക്കും, അതിൻ്റെ കൂടെ നമ്മുടെ പെഡിഗ്രി. അപ്പം വെള്ളം ആ 2 കേസ് നടക്കും, ബെനിഫിറ്റ് 2ലും ഉണ്ടാവും. അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ കിഡ്നി ഇഷ്യൂസ് അങ്ങനൊന്നും വരത്തില്ല. അപ്പോൾ അതിന് ഇത് നല്ല, നമ്മളിങ്ങനെ വെള്ളത്തിൽ കുത്ത് വെച്ച് കൊടുത്താൽ ഈ വെള്ളം മറ്റേ പെഡിഗ്രിയും കഴിക്കുക. അപ്പോൾ ഫുഡും തീരും, വെള്ളം കുടിക്കുക. ഞങ്ങളുടെ പട്ടിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ഞങ്ങളിങ്ങനെ രാവിലെ നമ്മൾ നിർബന്ധിച്ചാൽ കൊടുക്കണേ, നീ കുടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ കുടിക്കത്തേ ഇല്ല, ഒട്ടും കുടിക്കത്തില്ല. പിന്നെ ഇപ്പോഴാണ് ഞാനൊരു ഇങ്ങനെ ഐഡിയ ആലോചിച്ച, ലൈക്ക് വെള്ളത്തിൽ ഇങ്ങനെ കുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് പെഡിഗ്രിയും കഴിക്കും, വെള്ളം കുടിക്കും. അപ്പോൾ അങ്ങനെ ആയാൽ അതിന് ഇഷ്യൂ അങ്ങനെ വരത്തില്ല. അപ്പോൾ ഈ ഫുഡ് നമുക്ക് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ പട്ടികൾക്ക് ചക്ക പറഞ്ഞ സംഭവം, ചക്കയ്ക്ക് പ്രശ്നമില്ല, അത് നാച്ചുറല്ല. അതിൻ്റെ അകത്ത് ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്, പക്ഷേ ഷുഗറിന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഷുഗർ അല്ല, അത് നാച്ചുറല്ല. അതിന് വലിയ പ്രശ്നമാണ്. അത് ആഴ്ചയിൽ 1 വട്ടം 2 വട്ടം ഒക്കെ കൊടുക്കുന്ന പ്രശ്നം. എല്ലാ ദിവസവും കൊടുക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് അത് പ്രോബ്ലം കേസ് തന്നെ, അതിലും ഷുഗറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കൊടുക്കുന്നത് ഞാൻ പറയുന്നില്ല. ആഴ്ചയിൽ 1 ദിവസമോ അല്ല 2 ആഴ്ച കൂടുമ്പോൾ 1 ദിവസമോ അങ്ങനെയൊക്കെ കൊടുക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾ പട്ടികൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, ബിക്കോസ് ചക്കയ്ക്ക് ഗുണങ്ങളെ വരത്തുള്ളൂ, ഇഷ്യൂ ഒന്നുമില്ല. അപ്പം ഞങ്ങളുടെ പട്ടികൾക്ക് അത് ഇഷ്ടമാണ്. ചില പട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കുമോ അറിയത്തില്ല. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫുഡ് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ പെറ്റ്സിന് ഏതാ ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതും. പിന്നെ ഹൈലി നോട്ട് റെക്കമെൻഡഡ് ഷുഗറും സോൾട്ടും ആർട്ടിഫിഷ്യൽ സംഭവങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക, ഒട്ടുമേ കൊടുക്കാൻ പാടില്ല. സോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കോഷനായിട്ട് പറയാം, അടിവരെ ഇട്ട് പറയാം, കൊടുക്കാതിരിക്കണം. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഷുഗർ ആർട്ടിഫിഷ്യൽ അങ്ങനെ ഒന്നും കൊടുക്കില്ല, ലൈക്ക് ഐസ്ക്രീം, ഇങ്ങനെ വേറെ എന്തെങ്കിലും മധുര ഐറ്റംസ്. എണ്ണയും കുറയ്ക്കാൻ തന്നെ ശ്രമിക്കുക. എണ്ണ കുറച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഗുണമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പെറ്റ്സിന് ഈ രോമം പൊഴിയുന്ന ഇതുണ്ട് ഈ സമയത്ത്. ഇത് ഒരു സീസൺ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ടൈഗറിനുണ്ട്. അപ്പോൾ ഈ എണ്ണ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാക്സിമം പറയുന്നത് നമ്മുടെ ഈ രോമം പൊഴിച്ചിൽ കുറയുന്ന പറയുന്നത്. അത് എനിക്കറിയത്തില്ല, ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ അതൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ്ലി ഞാൻ പറയാനില്ല അത് ഒരു ഹൈലി റെക്കമെൻഡ് ആണെന്ന് പറഞ്ഞാൽ അത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന്.
പക്ഷേ എണ്ണ കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്, അതിൻ്റെ ശരീരത്തിന് നല്ല. ലൈക്ക് കൊളസ്ട്രോള് നമ്മുടെ മനുഷ്യന്മാരുടെ പോലെ തന്നെ നമ്മൾ ടൈഗേഴ്സ് നമ്മുടെ പെറ്റ്സിനും നോക്കണ്ടേ, ബിക്കോസ് അതിനും അസുഖങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അതിനും കൊളസ്ട്രോളും അങ്ങനെയൊക്കെ നോക്കണമല്ലോ. അപ്പം എണ്ണയും ഞാൻ പറയാനെ റെക്കമെൻഡ് കൊടുക്കാതിരിക്കാതിരിക്കണം. പിന്നെ ചിലപ്പോൾ ഒക്കെ കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷെ സോൾട്ടും ഷുഗറും ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിക്കും ഇത്രയൊക്കെ നിങ്ങൾക്ക് വാല്യൂബിൾ ഇൻഫോർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോസ് നമുക്ക് വേറെ എന്തെങ്കിലും പുതിയ കണ്ടൻറ്റ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ട്രെയിനിങ് പോലെ തന്നെ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾക്ക് പറഞ്ഞു തരാൻ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സുമായിട്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം, അല്ലെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. ലൈക്ക് ഫുഡ്, ഇപ്പം ഞാൻ തന്നെ ഫുഡ് പറഞ്ഞ പോലെ ഈ ഫുഡ് ഇവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. ചിലപ്പോൾ ചില പെറ്റ്സ് ഒന്നും വെജിറ്റബിൾസ് അക്സെപ്റ്റ് ചെയ്യും, ചില പെറ്റ്സ് അക്സെപ്റ്റ് ചെയ്യും. ഞങ്ങളുടെ ഒക്കെ പെറ്റ് ചിലപ്പോൾ ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. ലൈക്ക് ഇങ്ങനെ ആപ്പിള്, അല്ലെങ്കിൽ ആപ്പിളല്ല വേറെ ക്യാരറ്റൊക്കെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ തിന്നും. ചില പെട്ടികൾ ക്യാരറ്റ് തിന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും തിന്നുന്നത്. അപ്പോൾ അത് റെക്കമെൻഡ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അത് എന്തോ പെറ്റ്സിന് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഞാൻ ഈ മെയിൻ കാര്യങ്ങൾ, ഈ ഉപ്പും പിന്നെ മധുരം, ഇത് രണ്ടും അവോയ്ഡ് ചെയ്യണമെന്ന് മാത്രമേ. ബാക്കി ഞാനിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പരീക്ഷണം ചെയ്ത് നോക്കുക. അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൊടുത്തു നോക്കുക, ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ പറയുന്നത് ഈ 2 നേരം 3 നേരമുള്ള ഫുഡ് നമ്മൾ 2 നേരം ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അത് നമ്മുടെ പെറ്റ്സിന് വെയിറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ആവാതിരിക്കാനാണ് നല്ലത്. ബിക്കോസ് ഇപ്പോൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നടക്കാൻ പാടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. ഞാൻ പറയുന്നത് 2 നേരം ആണെങ്കിൽ അതിന് ബാലൻസായിട്ട് ഫുഡ് നിൽക്കും. പിന്നെ വാക്കിങ്ങിനൊന്നും പ്രശ്നം വരത്തില്ല, വലിയ വെയിറ്റിന് ആ ഒരു പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും കാണത്തില്ല, ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയാം 2 നേരം ആയിരിക്കും മാക്സിമം നല്ല. അത് ഒരു ഉച്ചയോ രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ രാത്രിയോ അങ്ങനെ ആയിരിക്കും റെക്കമെൻഡ്. അതായത് നിങ്ങളുടെ ഇഷ്ടം, രാവിലെ രാത്രി അല്ലെ ഉച്ച രാത്രി അല്ലെ രാവിലെയും ഉച്ചയ്ക്കും, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. അതിന് ഞാനൊന്നും പറയാനില്ല, പക്ഷെ 2 നേരം ആക്കാനായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോസ് നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ സജഷൻസോ എല്ലാം ഉണ്ടെങ്കിൽ എന്നോട് പറയാം, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. അപ്പം ഗുഡ് ബൈ.